നമുക്ക് ഇതേപോലെ ഒരു സിറിയൻ ക്രിസ്ത്യൻ ഫിഷ് മോളി, അതും മൂപ്പിച്ച മാഷ് പൊട്ടറ്റോ, പിന്നെ ഒരു വട്ടാപ്പോ, ഒരു 5 സ്റ്റാർ സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതേപോലെ ഇരിക്കും പ്ലേറ്റിങ്ങും. നമുക്ക് നോക്കല്ലേ? അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കിന്ന് ഫിഷ് മോളി ഒരു 5 സ്റ്റാർ രീതിയിൽ അങ്ങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് നല്ല സോഫ്റ്റായി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് കളഞ്ഞേക്കാം. ഇതേപോലെ വെള്ളം പാടില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി ആ ഉരുളക്കിഴങ്ങിനെ ഒരു ബോളിലേക്ക് മാറ്റാം. ആ ബോളിലേക്ക് ക്രീം ആഡ് ചെയ്യാം, ഒലിവ് ഓയിൽ, ബട്ടർ, പിന്നെ പാല്. അതെടുത്തിട്ട് ഒന്ന് വിസ്ക് കൊണ്ട് അതിൻ്റെ കട്ടയും ഉടയ്ക്കാൻ അങ്ങോട്ട്. അത് കഴിഞ്ഞ് പതക്കനെ വിസ്ക് അങ്ങോട്ട് തിരിച്ച് കഴിയുമ്പോൾ ഈ സാധനം സ്മൂത്തായി തുടങ്ങും. അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ആവശ്യത്തിന് അങ്ങോട്ട് ചേർക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ചിറ്റിച്ച് അതിൻ്റെ എല്ലാ ലംസും കളഞ്ഞ് സൈഡിലോട്ടാണ്ട് വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ടെമ്പർ ചെയ്യാം. ടേസ്റ്റ് വരുത്തണ്ടേ, മാഷ് പൊട്ടറ്റോ ആയാലും. ഒരു പാൻ വെക്കുക, അതിലേക്ക് ബട്ടർ ഇടാം. ആ ബട്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ ഇച്ചിരി വേപ്പെല്ലാം ഇട്ടേക്കാം. അതിൻ്റെ സ്മെല്ല് അപ്പം കിട്ടുമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ അധികം വേണ്ട, വളരെ കുറച്ച് ഒരെണ്ണം ഒരു റെഡ് ചില്ലി കീറിയാണ് ഇടാം. പിന്നെ ഇച്ചിരി ചുവന്നുള്ളി ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് അതും ഇടാം. അതൊന്ന് ഗോൾഡൻ കളറാവണ വരെ അങ്ങനെ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മാഷ് പൊട്ടറ്റോയിലേക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് സൈഡിലോട്ടാണ് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ആദ്യത്തെ പണി കഴിഞ്ഞു. ഈസി അല്ലേ? പിന്നെ നമുക്ക് ഫിഷ് മോളിലേക്ക് ഇനി കുറച്ച് പാസ്ത അങ്ങോട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കാം. അപ്പം കുറച്ച് വെള്ളം വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1 ഇഞ്ച് കൂടുതൽ നിന്നോട്ടെ. പിന്നെ ഇച്ചിരി ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടുതലതിൻ്റെ കാരണം ആ പാസ്ത വലിച്ചെടുക്കുക, അതുകൊണ്ടാണ്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പാസ്ത ഇടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാക്രോണിയാണ് ഇതിന് നല്ലത്. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ വെച്ച് ഒന്ന് അങ്ങോട്ട് ചീറ്റിച്ച് കൊടുത്തേക്കാം. ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കും 8 മിനിറ്റ്. അതിനും കൂടുതലൊന്നും വേണ്ട. സാധനം എടുക്കുക, ഊറ്റി കളഞ്ഞേക്കണം. പിന്നെ അതിലേക്ക് ഇച്ചിരി ഒലിവ് ഓയിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് സ്റ്റിക്കാൻ വേണ്ടിയിരിക്കും. നിങ്ങൾ വിചാരിക്കും കുക്കാവില്ല എന്ന്, കുക്കാവും അത്. അത് കഴിഞ്ഞാൽ നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് റെഡിയാക്കി വയ്ക്കാം. കുറച്ച് കശുവണ്ടി, കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ അതിനൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഫൈനായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ. അപ്പം അതും സൈഡിലേക്ക് വെച്ചു. അപ്പം പാസ്തയായി, പിന്നെ നമ്മുടെ കാഷ്നട്ട് പേസ്റ്റായി. നമുക്ക് ഫിഷ് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഇടിച്ച കുരുമുളക് കേട്ടോ, പൊടിച്ചതല്ല, ഇടിച്ച കുരുമുളക് വേണം, അതാണ് ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങ നീര് നല്ല ഫ്രഷായിട്ട് പിഴിഞ്ഞത് കൈവച്ച് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മീൻ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാൽമണാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് മീനാണെന്ന് വെച്ചാൽ അത് കിങ് ഫിഷോ ഏതായാലും കുഴപ്പമില്ല. നെയ്മീനോ കിങ് ഫിഷിനാണല്ലോ നെയ്മീൻ എന്ന് പറയണേ. അതാണ്ട് മാരിനേറ്റ് ചെയ്ത് സൈഡിലേക്ക് വെച്ചേക്കാം. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ മീൻ ഫ്രൈ ചെയ്തെടുത്തേക്കാം. ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഓവർ കുക്ക് ആവരുത്. വെറും 3 മിനിറ്റ് ഒരു സൈഡ്. അത് കഴിഞ്ഞാൽ ആ സാധനം മറച്ചിടാം, വീണ്ടും 2 മിനിറ്റ്, അത്ര വേണ്ടു. അത് കഴിഞ്ഞാൽ അതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ എല്ലാ മീനുകളും നമുക്ക് വറുത്ത് കോരി നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വേണ്ട, അല്ലെങ്കിൽ ഇച്ചിരി ചേർക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, പിന്നെ നമ്മുടെ കറുകപ്പട്ട ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അതൊന്നും ഇങ്ങനെ ഹിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് വെളുത്തുള്ളി ഇങ്ങനെ സ്ലൈസ് ചെയ്തത്
പിന്നെ ഇഞ്ചിയും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നെടുവേ പിളർന്ന നമ്മുടെ മിളക്, പിന്നെ ഇച്ചിരി കറി ഇട്ട് ഒന്ന് ചിറ്റിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും. അതിലേക്ക് സബോള സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് ഒന്ന് ഇളക്കി പിടിച്ച് വരുമ്പോൾ അതിങ്ങനെ ഒരു സോഫ്റ്റ് ടൈം ട്രാൻസ്പെറൻ്റ് വരും. ഗോൾഡൻ ആവണ്ട കേട്ടോ. അതിൻ്റെ മുൻപ് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് അതിനെയും അങ്ങോട്ട് ഇളക്കി പിടിപ്പിച്ചേക്കാം. അതാണ് മൂത്തുനിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിക്കുക. അതൊന്ന് ചിറ്റിച്ച് കൊടുത്ത് അതിനൊന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തോ, അപ്പോൾ ടേസ്റ്റ് കൊണ്ട് വരട്ടെ. പിന്നെ കുറച്ച് ഇടിച്ച കുരുമുളക്, വീണ്ടും പൊടിയല്ല ഇടിച്ചത് വേണം കേട്ടോ. പൊടിയാകുമ്പോൾ അതിൻ്റെ കളറിനൊക്കെ വ്യത്യാസം വരും. പിന്നെ തിളച്ചൊന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കശുവണ്ടി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ അതൊന്ന് കുറുതായി വരും. കുറുതായി വന്നു കഴിഞ്ഞാൽ മീൻ അതിലേക്കാണ്ട് ഇട്ടേക്കാം. മീൻ ഇച്ചിരി റോ ആയിരിക്കും, പക്ഷേ ഇതിൽ കിടന്ന് ഒരു 2 മിനിറ്റ് വേവട്ടെ. അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി നന്നാവും. പിന്നെ ഇനി സ്പൂൺ ഉപയോഗിക്കുക കേട്ടോ, വെറും ഇങ്ങനെ ചിറ്റിക്കാവും, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവും. അതും തിളപ്പിച്ച് കഴിഞ്ഞ് നല്ല തിക്കായി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പാലൊഴിക്കാം. ആദ്യത്തെ പാലൊഴിച്ചാൽ പിന്നെ തിളക്കരുത് കേട്ടോ. അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇച്ചിരി ചൊറുക്കും, പിന്നെ നമ്മൾ പാസ്ത ബോയിൽ ചെയ്ത് വെച്ചത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയുടെ സ്ലൈസ് അതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതങ്ങോട്ട് അടച്ചു വെച്ചേക്കാം. ഒരു 15 മിനിറ്റോളം അത് അങ്ങോട്ട് അടച്ചിരിക്കട്ടെ. അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ച് സാധനം വരും. അത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ 5 സ്റ്റാർ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ പ്ലേറ്റിങ്. ഒരു പ്ലേറ്റിലേക്ക് ആ മാഷ് പൊട്ടറ്റോ സെൻറ്ററിലേക്ക് അങ്ങോട്ട് എടുത്തിടണം. അത് കഴിഞ്ഞ് ആ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ സെൻറ്ററിൽ അങ്ങോട്ട് ഓട്ട ഉണ്ടാക്കാം. ആ ഓട്ടയിലേക്ക് ഇച്ചിരി മീനങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആ മീനിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചേക്കാം. അതിൻ്റെ മുകളിലേക്ക് മാക്രോണിയും പിന്നെ നമ്മുടെ തക്കാളിയുടെ പീസും വയ്ക്കാം. ഇപ്പം സൈഡിൽ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ അതങ്ങ് തുടച്ചേക്ക്. ഇതേപോലെ സാധനം കണ്ടിരിക്കും. അതിനൊന്ന് ഇത് ചെയ്യാനായിട്ട് ഒരു വട്ടയപ്പത്തിൻ്റെ പീസും അങ്ങോട്ട് സൈഡിലേക്ക് വെച്ചോളൂ. പോയി കഴിക്കണം അതേ ഫുഡ് നമുക്ക് വീട്ടിലിരുന്ന് ഒന്ന് കഴിച്ചു നോക്കിയാലോ. മാഷ് പൊട്ടറ്റോയും ആ ഗ്രേവിയും കൂടി ടേസ്റ്റ് ചെയ്യാം. എന്ത് സ്മൂത്താണെന്നറിയോ. പിന്നെ എല്ലാം കൂടി ഏത് മാഷ് പൊട്ടറ്റോ ഉണ്ട്, ഗ്രേവി ഉണ്ട്, സാൽമണും ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു കുഞ്ഞു കടി വട്ടയപ്പോ സൂപ്പറാവില്ലേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.